ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് ചെറിയൊരു കുക്കിംഗ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുട്ട് ഉണ്ടാക്കുന്നതാണ്. ശകലം പോലും വെള്ളം ചേർക്കാതെ നമുക്ക് പുട്ടിൻ്റെ പൊടി നനച്ച് നല്ല അടിപൊളി പുട്ടുണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ പുട്ട് ഞാൻ വെള്ളം ചേർക്കാതെ പൊടി നനച്ചുണ്ടാക്കുന്നത് കാണിക്കുമ്പം നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ നല്ലൊരു കമൻറ്റ് പറയുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ സപ്പോർട്ട് ചപ്പാത്തിയുടെ വീഡിയോ ഞാൻ ഇട്ട് എനിക്കറിയാൻ മേല അത് വെന്തിട്ടില്ല വേവിച്ച് എനിക്കറിയാം അത് വെന്തെന്നുള്ളത്. പിന്നെ ഇവിടെ കഴിച്ചവർക്കും അറിയാം. ഇതൊന്നും അറിയാതെ കാണുന്നവർക്കാണ് അറിയാൻ മേലാത്ത വെന്തിട്ടില്ല എന്നുള്ളത്. നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞു, പക്ഷെ പറയുന്നതിനൊക്കെ ഒരു ന്യായം വേണ്ടേ? ഞാൻ തന്നെ എന്നിട്ട് വീഡിയോ എടുത്ത് വെച്ച് ഒന്നും കൂടെ നോക്കി. ഇനി എൻ്റെ തോന്നലാണോ ഇനി ചപ്പാത്തി വെന്തില്ലേ എന്ന് ഓർത്തുണ്ട് ഈ എല്ലാവരും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നോക്കിയപ്പോൾ അത് ചപ്പാത്തി വെന്തിട്ട്. പിന്നെ ചപ്പാത്തി വേഗം നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് കരിക്കട്ട പോലെ കരിച്ചെടുക്കുന്നതാണെങ്കിൽ അങ്ങനെയല്ല ചപ്പാത്തി വേകുന്നത്. ചപ്പാത്തി പൊള്ളി വരും. ഞാൻ പറഞ്ഞല്ലോ അത് പൊള്ളി വരും. നല്ല പോലെ പൊള്ളി വരും. പക്ഷെ ഞാനങ്ങനെ അത്ര ഇട്ട് അടുക്കിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് പൊള്ളി വരാത്തത്. അതേസമയം ഞാൻ അല്ലാതെ എണ്ണയൊന്നും ചേർക്കാതെ അതിനകത്ത് തന്നെ ചപ്പാത്തി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് ആദ്യമേ. അത് നല്ലപോലെ പൊള്ളി വരുന്നുണ്ടല്ലോ. അതന്നെ ആരും ഒന്നും പറയാത്തത്. അതുപോലെ തന്നെ ആരായിരുന്നു അതിനകത്ത് ചോദിച്ചായിരുന്നു ഉപ്പ് ചേർത്തിട്ടില്ലെന്ന് ഞാൻ. ആ മാവിനകത്ത് ആ വെള്ളത്തിൽ ആദ്യമേ ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് അത് പറഞ്ഞാണ് ചെയ്യുന്നത്. എന്നിട്ട് വരുന്ന ഉപ്പ് ചേർത്തില്ല. ഇത് നെഗറ്റീവ് പറയാൻ വേണ്ടി എന്നതെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടുപിടിച്ചേച്ച് പറയുന്നത്. എന്നാതിനാന്നേ നമ്മൾ ഈ മലയാളികൾ തന്നെ ഈ ഒരു സത്യം നമ്മുടെ ഈ നാട്ടിലൊക്കെ ഒരു പ്രസ്ഥാനം വിജയിക്കത്തിൻ്റെ കാര്യം എന്ന് പറയാം. കുശുമ്പാണ് മനുഷ്യർക്കുള്ള സത്യം ഞാൻ പറയാം. പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം മടുത്തു. കേട്ട് 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 മടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നത് ഇപ്പോൾ. നിങ്ങൾ എന്നാ പറഞ്ഞാലും എനിക്ക് വിഷയമൊന്നുമില്ല. ഞാൻ ചെയ്തേക്കുന്നത് എന്നാന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഞാൻ അതുപോലെ ചെയ്തവരുമുണ്ട്. അവർക്കും അറിയാം അത് എത്രമാത്രം പ്രയോജനപ്പെടുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ആരെന്നെ പറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ ഒത്തിരി നല്ല മനുഷ്യരുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും വീഡിയോ കാണുന്നതിനും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നതിനും. നമുക്കതിന് നമ്മൾ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മളെ അത് സപ്പോർട്ട് ചെയ്ത് പറയുന്നത്. അല്ലാതെ ചുമ്മാ കാരണങ്ങൾ കണ്ടുപിടിച്ച് കുറ്റം പറയാനിരിക്കുന്ന കുറേ പേര്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്നറിയോ, പണ്ടൊക്കെ പറയത്തില്ലായിരുന്നോ പരദൂഷണം പറയുന്ന പെണ്ണുങ്ങളെന്ന് പറയത്തില്ലായിരുന്നോ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അയലോക്കം തോറും പോയി ഇങ്ങനെ പറയായിരുന്നു ആൾക്കാർ. ഇപ്പോൾ ഫോണിലൂടെ ആണെന്നുള്ളൂ. ആ ഒരു വ്യത്യാസം എനിക്കിത് കാണുന്നുള്ളൂ. ഇതിനിപ്പോൾ നിങ്ങൾ തിരിച്ച് എന്നാ നെഗറ്റീവ് പറഞ്ഞാലും എനിക്ക് യാതൊരു വിഷയമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അത്രയ്ക്ക് നമുക്ക് മടുത്ത് ഒരു കാര്യം തന്നെ ഞാൻ അതിന് ആദ്യമേ തന്നെ ഓരോ കാര്യത്തിനകത്ത് റിപ്ലൈ കൊടുത്തിട്ട് ഇപ്പം ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. പറഞ്ഞേച്ച് പോട്ടെ നിർത്തും. അവർക്കൊരാശ്വാസം നമ്മളെ കൊണ്ട് അങ്ങനെ നമ്മളിങ്ങനെ പറയുമ്പോൾ അവർക്കൊരാശ്വാസം കിട്ടിക്കോട്ടെ. അങ്ങനെ കിട്ടുന്നെങ്കിൽ ആ ഒരു ആശ്വാസം അവർ അനുഭവിച്ചോട്ടെ എന്നേ കരുതുന്നുള്ളൂ. അപ്പം നമ്മുടെ പുട്ടിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ കാണുക. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും എനിക്ക് ഒരുപോലെ ഉള്ളൂ. പോസിറ്റീവ് പറഞ്ഞാൽ ഒരുപോലെ അല്ലേ, നെഗറ്റീവ് പറഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്തില്ല. പോസിറ്റീവ് പറയുന്നതിന് സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. ഇന്ന് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടാണ്. അപ്പോൾ പുട്ടിൻ്റെ ഈ വീഡിയോ ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ കാണിക്കുകയാണ്, പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയാണ്. അപ്പം നമ്മുടെ പുട്ടിന് ഞാൻ പൊടി നനയ്ക്കുന്നത് ഒരു ശകലം പോലും വെള്ളം ചേർക്കാതാണേ. അപ്പം ഇതുണ്ടോ, ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുക്കുക. അത് നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിലേക്ക് എത്രമാത്രം. പിന്നെ നമ്മൾ പൊടി മാത്രമായിട്ട് എടുക്കുന്ന സമയത്ത് എടുക്കുന്നതിൻ്റെ പകുതി പൊടി എടുക്കാവുള്ളൂ കേട്ടോ. ഇങ്ങനെ പുട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് പകുതി പൊടി മതി, മുഴുവൻ പൊടിയും വേണ്ട. എന്നിട്ട് ഇതിനകത്തേക്ക് പൊടി ഇട്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മിക്സിയുടെ ജാറിലേക്കാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ചോറ്. ഇത് തലേദിവസത്തെ ചോറാണ്. പിന്നെ തലേദിവസത്തെ ചോറ് ഇനി ഫ്രിഡ്ജിൽ വെക്കാതെ ചിലർ വെള്ളം ഒഴിച്ചിടാറുണ്ട്. അങ്ങനത്തെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ. ആ ചോറ് പിഴിഞ്ഞ്, ഒത്തിരി വെള്ളമില്ലാതെ പിഴിഞ്ഞ് ഇങ്ങനെ എടുത്ത്, അല്ലെങ്കിൽ എന്നത്തിനെങ്കിൽ അരിപ്പയിൽ അങ്ങനെ വെച്ചൊന്ന് ആ വെള്ളം കളഞ്ഞേച്ച് എടുക്കുന്നതായിരിക്കും നല്ല, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ചോറ് ഇട്ട്, അപ്പോൾ അരിപ്പൊടിയേക്കാൾ ഇച്ചിരി കൂടെ കൂടുതൽ വേണം നമ്മൾ ചോറ് ഇടാനായിട്ട്. പിന്നെ കുറച്ച് പൊടി മതി നമുക്കിത് ചെയ്യാനായിട്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ. ഇത് ഞാൻ നല്ലപോലെ പൊടിച്ച്, ഇച്ചിരി നല്ലപോലെ പൊടിക്കണേ, അല്ലാതെ ചുമ്മാ ഒന്ന് കറക്കി വെച്ചിങ്ങ് എടുക്കല്. അന്നേരം ചോറ് അതിനകത്ത് കിടന്ന് പൊടിയത്തില്ല. ഇത് കണ്ടോ, നമ്മൾ പൊടി നനയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് എടുക്കുമ്പം ഇച്ചിരി നനവ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചോറിട്ട് ഒന്ന് പൊടിച്ചാൽ മതി. അതല്ല ഇനി ഇച്ചിരി കൂടെ നനവ് കൂടിപ്പോയെങ്കിൽ ഒരു ഇച്ചിരി പൊടിയും കൂടെ അതിനകത്തോട്ടിട്ട് എടുത്താൽ മതി. പിന്നെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ കുറേശ്ശെ ചോറിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം അറിയത്തില്ലല്ലോ, ആദ്യമേ നമുക്ക് അതിൻ്റെ നനവ് കറക്റ്റ് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് കുറേശ്ശെ പൊടിയിട്ട് ചെയ്യാൻ പറയുന്നത്. ഇതിൻ്റെ നനവെന്ന് പറയുന്നത് ഇത് കണ്ടോ, നമ്മളിങ്ങനെ അമർത്തുമ്പോൾ ഇതിങ്ങനെ കട്ട പിടിക്കുന്നതാണ് അതിൻ്റെ നനവ്. പക്ഷെ അത് കട്ട പിടിച്ചിരിക്കത്തില്ല കേട്ടോ, നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നനഞ്ഞ് കിട്ടും. അപ്പം ഇങ്ങനെ നനയ്ക്കാതെ നമുക്ക് പുട്ടുണ്ടാക്കാം.
ഇന്നത് കട്ട കെട്ടത്തൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ തൊട്ട പൊടിഞ്ഞ് പോകുന്ന പോലത്തെ കട്ടയാണ്. ഇനി അതല്ല നിങ്ങൾക്ക് അതൊരു സമാധാനക്കാരാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചാൽ മതി. നല്ല പൊടി പൊടിയായിട്ട് കിട്ടും. ഇനി നമ്മൾ സാധാരണ പുട്ട് പുഴുങ്ങുന്ന പോലെ തന്നെ ഇവിടെ തേങ്ങ നല്ലപോലെ ഇടണം കേട്ടോ, എന്നാലേ ഇവർക്കൊക്കെ ഇഷ്ടമുള്ളൂ. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഇച്ചിരിയും കൂടെ പൊടി എടുത്തായിരുന്നേ, ഇച്ചിരിയും കൂടെ പൊടിയും ഒരു ശകലം ചോറും കൂടെ ഒന്നും കൂടെ പൊടിച്ചായിരുന്നു. ഇത് നമുക്ക്, പക്ഷെ എനിക്കിത് നനച്ച് പുട്ടുണ്ടാക്കുന്നതിനേക്കാൾ എനിക്ക് എളുപ്പം ഇങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ. ഒന്നാമത് എനിക്ക് നനയ്ക്കാൻ വലിയ വശമില്ല, പിന്നെ ഒരു ആവശ്യം വന്നാൽ നനയ്ക്കും, അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യും. പുട്ടിനുള്ള വെള്ളം തിളച്ചു, ഇനി പുട്ട് വേട്ടെ. അതായത് ഒരുമാതിരി ആവി പോലെ കണ്ടോ, അത് നമ്മൾ തണുത്ത ചോറ് വെച്ചല്ലേ ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് അത് ചൂടാകുന്ന അനുസരിച്ച് അതിൻ്റെ ആ കളർ മാറി മാറി വരുന്ന കണ്ടോ. നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് എടുക്കാവേ. ഇത്തിരി കുറ്റിക്ക് ഇതിൻ്റെ ഒരു കമ്പിയുണ്ട്, പക്ഷെ ഞാൻ ഇതുപോലെ തവിക്കണ വെച്ചാണ് എടുക്കുന്നത്. ആ കമ്പി വെച്ച് ചിലപ്പോൾ കുത്തിയാലുണ്ടല്ലോ ചെരിഞ്ഞു പോകും. കണ്ടോ, നല്ല പഞ്ഞി പോലത്തെ പുട്ടാട്ടോ, തൊട്ടാ പൊടിഞ്ഞു പോകും. നല്ല സോഫ്റ്റാണ് കണ്ടോ, നല്ല ചൂടാണ്. ഇത് കണ്ടോ, തൊട്ടാൽ മതി പൊടിയും. അതുകൊണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മൾ കുത്തി എടുക്കുന്നതേ പൊടിഞ്ഞു പോകത്തില്ല കേട്ടോ. നല്ല മയമുള്ള, തണുത്താലും നല്ല മയമാണ് ഈ പുട്ടിന്. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന പുട്ട് ഗോതമ്പ് പുട്ടാണേ. ഇവിടെ അച്ചുവിന് ഈ അരിപ്പുട്ട് വലിയ ഇഷ്ടമില്ല, ഗോതമ്പിൻ്റെ ആളാണ്. അതുകൊണ്ട് ഗോതമ്പ് അവൾക്ക് മാത്രം മതി, അതുകൊണ്ട് കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നുള്ളേ. ഗോതമ്പ് പൊടി നമ്മൾ ഈ അരിപ്പൊടി ഇതുപോലെ തന്നെ ഇടുക. ഈ ഗോതമ്പ് പുട്ടിനൊക്കെയാണ് നമുക്ക് കുഴക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്, കാര്യം കട്ട കെട്ടി കിടക്കും. പിന്നെ ഇപ്പം ഞാനിത് പറയുമ്പോൾ എല്ലാവരും പറയായിരിക്കും ഇല്ല അങ്ങനെ അല്ലാതെ ഞങ്ങൾ ചെയ്തെടുക്കും എന്നൊക്കെ. ഉണ്ടായിരിക്കാം, ചെയ്യുന്നവരുണ്ടായിരിക്കും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്നെപ്പോലെ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ. അറിയാൻ മേലഴിയല്ല, അത്രയും നേരം ചുമ്മാ സമയവും പോകും, അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ടു. അരിപ്പൊടിയുടെ പോലെ തന്നെ നമ്മൾ ഇതിനകത്തോട്ടും ചോറിട്ട് കൊടുക്കുക. ഗോതമ്പ് കൂട്ടിനാകുമ്പം കുറച്ച് ചോറേ ആദ്യമേ ഇട്ട് കൊടുക്കാവുള്ളേ, കാര്യം പെട്ടെന്ന് കുതിരുന്ന സാധനമാണ് ഗോതമ്പ് പൊടി. അരിപ്പൊടി എന്ന് നമ്മൾ വറുത്തെടുത്തേക്കുന്നുണ്ട്, അത്രയും പെട്ടെന്ന് കുതിർന്ന് വരത്തില്ല. അപ്പം അതിനകത്തേക്ക് കുറച്ച് ചോറും കൂടി ഇട്ട് ഞാൻ പൊടിച്ചുകൊണ്ട് വരട്ടെ. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ പൊടിക്കാം. ഇതൊക്കെ നമുക്ക് സമയം ലാഭിക്കാവുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് നമുക്ക് ഒത്തിരി നേരം നനച്ച് നിൽക്കേണ്ട, വേണ്ട. ഇത് കറക്റ്റ് ഇതാണ്, നനവാണ് കിട്ടിയേക്കുന്നത്. ഇത് കണ്ടോ, ഇതും ഇതുപോലെ നമ്മളൊന്ന് അമർത്തി നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും കറക്റ്റ് നനവാണ്. ഇതിനി ഇതിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കട്ട പോലെ ഉണ്ടെങ്കിൽ അത് ഈ ഗോതമ്പിൻ്റെയും കൂടെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ നനവ് ഇതാകുന്നതിൻ്റെ അനുസരിച്ച് ഒന്നും കൂടെ മിക്സിയിലിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇത് തന്നെ, വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കണ്ട. ഇത് തന്നെ ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഇതായിട്ട് കിട്ടും. വേണ്ട, ആ പൊടിയെല്ലാം കൂടെ ഒന്നും കൂടെ ഞാൻ എടുത്തേ, ഒന്നും കൂടെ ഒന്ന് കറയ്ക്കാൻ മതി. വേണ്ട, തൊടുന്നത് ഇതിങ്ങനെ പൊടിഞ്ഞ് കിട്ടും. ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ, ഗോതമ്പിൻ്റെ പുട്ടും. നല്ല മയമായിരിക്കും പുട്ടിന്. സാധാരണ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കല്ല് പോലെ ഇരിക്കത്തില്ലേ, ഇതങ്ങനെ ഇരിക്കത്തില്ല കേട്ടോ. ഇനിയിപ്പം ഞാനിത് പറയുമ്പം അടുത്ത കമൻറ്റ് വരും ഇങ്ങനല്ല എളുപ്പം, അല്ലാതെ ചെയ്യുന്നതാണ് എളുപ്പം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്, ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും എളുപ്പം. ഞങ്ങൾ അങ്ങനെ പുട്ടുണ്ടാക്കി വെച്ചാലും നനഞ്ഞിരിക്കും, ഇനി പുട്ട് വെന്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വരല്ലോ. ചപ്പാത്തിയുടെ വീഡിയോയ്ക്കകത്ത് ഒരാളെങ്ങാണ്ട് ഒരു കമൻറ്റ് ഇട്ട് ചപ്പാത്തി വെന്തില്ല, അതുവരെ ആർക്കും കുഴപ്പമില്ലായിരുന്നു, കണ്ടവർക്കൊന്നും. ഒരു നല്ലപോലെ ആൾക്കാർ കണ്ടു, അവർക്ക് ആർക്കും കുഴപ്പമില്ലായിരുന്നു. ലാസ്റ്റ് ഒരാൾ വന്ന് അങ്ങനെ ഒരു ഡയലോഗ് അടിച്ച് അതിൻ്റെ താഴോട്ട്, എന്നാൽ അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്, എന്നാൽ അത് വെക്കിലും കണ്ടിട്ടെങ്കിലും എഴുതാതിരിക്കില്ല, ചുമ്മാ വെച്ചിരുന്ന് എഴുതുക. ഇനി അക്ഷരം അറിയാൻ മേലാത്തതുകൊണ്ട് ഒരാൾ എഴുതുന്ന അതുപോലെ പകർത്തി വെക്കുന്നതാണോ എന്ന് അറിയത്തില്ല. എന്നാണേലും കൊള്ളാം.
ഒരു കാര്യം നമ്മൾ പറയുമ്പം അത് ജെനുവൻ ആയിരിക്കണം, അല്ലാതെ അത് നമ്മൾ ഒരാളെ ഇതാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കമൻറ്റ് ഇടല്ലേ. എന്നതിനാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ, വയ്ക്കുന്നത് വീഡിയോ എടുക്കുന്നവർക്കറിയാം ഒരു വീഡിയോ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് എടുക്കുന്നതെന്ന്. അപ്പം നിങ്ങൾ ചോദിക്കുക എന്നതിനാണ് പിന്നെ ഇടാൻ വരുന്നതെന്ന്. അത് നമ്മൾക്ക് ഒരു ജോലി വേണമെന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണ്. ഏത് ജോലിക്കും കഷ്ടപ്പാടുണ്ട്, ഇല്ലെന്നല്ല. അപ്പം അത് കണ്ടിട്ട് നമുക്ക് ആ പറയുന്നതിനൊരു മര്യാദയുണ്ട്, അല്ലെങ്കിൽ അത് സത്യമായിരിക്കണം പറയുന്നത്. ചപ്പാത്തി വേകാത്തതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നതെന്ന് ഒരിക്കലുമല്ല. എൻ്റെ വീട്ടിലുള്ളവർക്ക് കൊടുക്കാനാണെന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു എല്ലാവരോടും, അല്ലാതെ ഞാൻ കച്ചവടത്തിനല്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും നമുക്ക് പറയാം വിൽക്കാനല്ലേ, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതെന്ന് പറയാം. ഞാൻ എൻ്റെ വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ വേണ്ടി തന്നെ ഇത്രയും വർഷം ഉണ്ടാക്കി കൊടുത്തിട്ടും ആർക്കും ഒരു കുഴപ്പവും ഇല്ല, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അവർ കഴിക്കുകയും ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നവരും കഴിക്കുന്നുണ്ട്. പിന്നെ പറയുന്നവർക്ക് എന്നതാ പറയാൻ പറ്റാത്ത പറ. ഇതിനിപ്പോൾ വരും നെഗറ്റീവ് കമൻറ്റ് എന്നതിലും വരും, എനിക്കറിയാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പറയുന്നവർ പറയട്ടെ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പുട്ട്, അതല്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ, അവർക്ക് കൂടെയാണ്. അപ്പം നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് പോകുമ്പോൾ ഉണ്ടല്ലോ, ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തി അതിൽ ഓളം എന്നുള്ള ഓപ്ഷനും കൂടെ ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ഗോതമ്പ് പുട്ടും ഇതുണ്ടോ നല്ല പൊടിയായിട്ടാണ് കിടക്കുന്നത്. ഇതുണ്ടോ നമ്മൾ അല്ലാതെ വെള്ളം ഒഴിച്ച് നനച്ചാൽ ഇങ്ങനെ പൊടിയായിട്ട് കിട്ടുകയില്ല. അതിനിപ്പോൾ ആരെന്നാ പറഞ്ഞാലും ഞാൻ അത് സമ്മതിച്ച് തരികയില്ല. ഇതുണ്ട് ചെറിയ കട്ടയായിട്ട് കിടക്കുന്ന, നമ്മളിങ്ങനെ തട്ടുമ്പോഴത്തേക്ക് അത് പൊടി. ഇതുണ്ടോ ഇതുണ്ടോ. അപ്പോൾ ഇതും കൂടി ഇനി ഉണ്ടാക്കട്ടെ. അരിപ്പുട്ട് കൊണ്ടുള്ള പുട്ടെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ഗോതമ്പ് പുട്ടിൻ്റെ ഇതുപോലെ തന്നെ അരിപ്പുട്ട് കണക്കാൻ നല്ലപോലെ തേങ്ങ ഇട്ടതിന് ശേഷമാണ് കേട്ടോ. ഇവിടെ തേങ്ങ നല്ലപോലെ ഇട്ടാം, ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറയുന്നില്ല. ഇത് നമ്മുടെ ഗോതമ്പിൻ്റെ പുട്ടാണ് കണ്ടോ, അത് നല്ല അടിപൊളി പഞ്ഞി പുട്ടാണ്. ഇത് കണ്ടോ, നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓഫീസിലൊക്കെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് രാവിലെ പുട്ടുപൊടി നനച്ച് നിൽക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ പറയും, ഓ ഇത്രയും നേരം. നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പം നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കിയാണ് എടുക്കുന്നത്. നമ്മളല്ലാതെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ വീഡിയോ ഇല്ല, നമ്മൾ പെട്ടെന്ന് നമ്മുടെ കാര്യം ചെയ്ത് വെച്ച് നമ്മൾ ബാക്കി കാര്യങ്ങൾക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ് തന്നൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴാണ് താമസം വരുന്നത് വീഡിയോ എടുക്കുന്നതിന്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളിപ്പോൾ ഞാനിപ്പോൾ അല്ലാതാണെങ്കിൽ ഇപ്പോൾ പുട്ട് ഒരു 100 കൂറ്റി പുട്ട് പുഴുങ്ങേണ്ട സമയം കഴിഞ്ഞ് നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിന് വേണ്ടി നമ്മളിങ്ങനെ നിൽക്കുന്നു. അല്ലാതെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ തന്നെടുക്കുമ്പോഴത്തേക്ക് നമ്മളത്ര അന്നൊരു പതിയല്ലേ ചെയ്യും. നമ്മൾ സ്പീഡിൽ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ തന്നെ പറയും, ആ കണ്ടോ ഓടിച്ചോട്ട് കാണിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഒന്നും മനസ്സിലായില്ല എന്ന് പറയും. പക്ഷേങ്കിൽ പതിയെ കാണിക്കുമ്പോൾ പറയും ഒന്ന് പറഞ്ഞു തീർക്ക്, അല്ലെങ്കിൽ ഇത്രയും സമയം വേണ്ടല്ലോ അല്ലാതെ ചെയ്യാനായിട്ട് എന്നൊക്കെയുള്ള ഡയലോഗ് വരും. എന്നായാലും ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ എന്നോർത്താണ് ഞാൻ വീഡിയോയിലൂടെ ഇത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നെഗറ്റീവ് കമൻറ്റ് വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ കമൻറ്റ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.